സ്വാമി ചിന്മയാനന്ദജിയുടെ 108ാമത് ജയന്തി ആഘോഷവേളയിൽ ഏറ്റവും പ്രബലമായി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവത്ഗീത പ്രചാരണത്തിന് സ്വാമിജി നിർവഹിച്ച സമ്പൂർണ്ണ ആത്മസമർപ്പണം തന്നെ ആണ്. ഏതാനും പണ്ഡിത മന്ദിരങ്ങളുടെ അകത്തളങ്ങളിൽ മാത്രം സ്പന്ദിച്ചിരുന്ന ഭഗവത്ഗീതയെ സാധാരണ ജനങ്ങൾക്കിടയിൽ സമർത്ഥമായി അവതരിപ്പിച്ച ഈ ദീർഘദർശി സൂക്ഷ്മമായ വേദാന്ത തത്വങ്ങൾ ഏവർക്കും പ്രാപ്യമാണെന്ന് തെളിയിച്ചു കൊടുത്തു. ഇത്തരത്തിലുള്ള ഭഗവത്ഗീത പ്രവചനം സമൂഹത്തിന് ഒരു പുതിയ അനുഭവം തന്നെ ആയിരുന്നു. ഭഗവത്ഗീതയെ എത്ര ജനകീയമാക്കാൻ സാധിക്കും എന്ന് പഠിച്ചു കണ്ടെത്തിയ ഒരു ഗവേഷകനും കൂടിയാണ് സ്വാമിജി. ഒരു തരത്തിലുള്ള അത്ഭുത സിദ്ധികളും അവകാശപ്പെടാത്ത ഈ ഗുരുവര്യനെ ഒരു അത്ഭുത മനുഷ്യനായി തന്നെ ശ്രോതാക്കൾ കണ്ട് ആനന്ദിച്ചു. ഭാഷ്യകാരൻ ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ഭഗവത്ഗീത ഭാഷ്യം അതിൻ്റെ പ്രൗഢിയും മേന്മയും ചോരാതെ ആധുനിക ശൈലിയിൽ സ്വാമിജി സാമാന്യ ജനങ്ങൾക്ക് പകർന്നു നൽകി. ഗീതാജ്ഞാന യജ്ഞം സമാപിച്ചാൽ അതോടുകൂടി ഗീതാ പഠനം കഴിഞ്ഞു എന്ന് ശ്രോതാക്കൾക്ക് ഒരിക്കലും തോന്നിയില്ല. വിഷയ താൽപ്പര്യമുള്ളവർ പലയിടങ്ങളിലും സ്വന്തം നിലയിൽ കൊച്ചു കൊച്ചു സംഘങ്ങളായി ചേർന്ന് വേദാന്ത പഠനം നിർവഹിക്കും വിധം പഠന പദ്ധതികൾ സ്വാമിജി ആവിഷ്കരിച്ചു. ഓരോ യജ്ഞം കഴിയുന്തോറും അതാത് പ്രദേശത്ത് വേദാന്ത പഠന സംഘങ്ങൾ രൂപീകരിക്കുന്നതിൽ അദ്ദേഹം മുൻകൈയെടുത്തു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പഠന സമിതികൾ രൂപം പ്രാപിച്ചു വന്നു. കുട്ടികളും യുവാക്കളും മുതിർന്നവരും സ്ത്രീകളുമെല്ലാം ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പഠന പദ്ധതികൾ സംഘടിപ്പിച്ചു. ശ്രോതാക്കളുടെ ധാർമ്മികവും ആത്മീയവുമായ അറിവും കാഴ്ചപ്പാടും വർദ്ധിപ്പിക്കുന്നത് സമൂഹത്തിന് മുതൽക്കൂട്ടാകുമെന്ന് സ്വാമിജി തിരിച്ചറിഞ്ഞു. പ്രഭാഷണം കേട്ടാൽ മാത്രം പോരാ, നിരന്തര പഠനവും ചിന്തയും ചർച്ചയും ആത്മീയ ഉണർവിന് അത്യന്താപേക്ഷിതമാണെന്ന് സ്വാമിജിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. യാഥാസ്ഥിതിക സമ്പ്രദായങ്ങളിൽ നിന്നും വേറിട്ട രീതിയിൽ അദ്ദേഹം ചിന്തിച്ചു. ആധുനിക ജീവിതവും വേദാന്ത ചിന്തയും സമന്വയിപ്പിക്കുന്നതിൽ സ്വാമിജി പ്രത്യേക ശ്രദ്ധ പുലർത്തി. ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന സന്ദേശം ചിന്മയ പ്രസ്ഥാനങ്ങളുടെ മുഖമുദ്രയായി തീർന്നതും അതുകൊണ്ട് തന്നെ. സ്വാമിജി നടത്തിയ പരിശ്രമങ്ങൾ ആത്മീയ സാധകന്മാർക്ക് എല്ലാ കാലത്തും പ്രേരക ശക്തിയായി നിലകൊള്ളും. ചിന്മയ മഹാഗുരുവിന് സാഷ്ടാംഗ പ്രണാമം.